പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നൈറ്റിയുടെ നെക്ക് ഡിസൈൻ ചെയ്യുന്നതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നിലത്തെ ഭാഗം ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിൻടെക്സും ലേസും വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ പിൻടെക്സ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ക്ലോത്താണിത്. ഈ ക്ലോത്തിന് 30 ഇഞ്ച് വീതിയും 13 ഇഞ്ച് നീളവുമാണ് ഉള്ളത്. ഈ തുണിയുടെ ബാക്കിലായിട്ട് ഞാനൊരു പേപ്പർ ക്യാൻവാസും കൂടി ഒന്ന് അയൺ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള തുണിക്ക് നല്ല കട്ടിയുണ്ടെങ്കിൽ ഈ പേപ്പർ ക്യാൻവാസ് ഒഴിവാക്കാം. അപ്പോൾ പേപ്പർ ക്യാൻവാസ് ഒട്ടിച്ചിട്ട് ഞാൻ ആ ക്ലോത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല വശത്ത് നമുക്ക് കുറച്ച് ലൈൻസ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ പിൻടെക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എക്സ്പേർട്ട് ആണെങ്കിൽ ഈ ലൈൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഇങ്ങനെ ലൈനൊക്കെ ഇട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ഞാൻ ഇതുപോലെ ഓരോ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ മാർക്കിങ്ങിൽ കൂടെ ഇതുപോലെ ലൈൻ വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ വരച്ചെടുത്ത ലൈനിൽ കൂടെയാണ് നമ്മൾ പിൻടെക്സ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഈ തുണിയിൽ മുഴുവൻ ഞാൻ ഇതുപോലെ ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഇങ്ങനെ മടക്കിയിട്ട് ആ മടക്കിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ പിൻടെക്സ് ഇടുന്നത്. അങ്ങനെ നിങ്ങൾക്കതും ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ ആദ്യം ആ ലൈനിൽ കൂടി ഒന്ന് മടക്കിയിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്താലും മതി. ഇതുപോലെ മടക്കിയിട്ട് നമുക്കൊന്ന് അയൺ ചെയ്ത് എടുക്കാം. അപ്പോൾ പിൻടെക്സ് ഇടുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ ആദ്യം ഒരു ലൈൻ വരച്ചില്ലേ, ആ ലൈനിൽ കൂടി തുണി ഒന്നിങ്ങനെ മടക്കുക. എന്നിട്ട് നമ്മൾ ഈ മെഷീനിൽ വെച്ചിട്ട് ഒരു 2 പോയിൻ്റ് വിഡ്ത്തിൽ നമുക്ക് ഒന്ന് വെച്ചിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ നമ്മൾ വരച്ചിരിക്കുന്ന ഓരോ ലൈനിൽ കൂടി മടക്കിയിട്ട് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ പിൻടെക്സ് റെഡിയാവും. അപ്പോൾ ഞാൻ 1-2 എണ്ണം ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യത്തേത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതുപോലെയാണ് ഓരോ ലൈനിൽ കൂടി നമ്മൾ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇതേപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ആ തുണിയിൽ മുഴുവൻ ഞാൻ ഇതുപോലെ പിൻടെക്സ് ഇട്ടിട്ട് റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നെക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്കിത് ഇതുപോലെ ഉള്ളിലോട്ടേക്കൊന്ന് മടക്കി വെക്കാം. എന്നിട്ട് ഇതിലാണ് നമ്മൾ നെക്കൊക്കെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 3.5 ഇഞ്ച് വിഡ്ത്താണ് നെക്കിന് എടുക്കുന്നത്. അത് മാർക്ക് ചെയ്തു. താഴത്തോട്ടേക്ക് നെക്കിൻ്റെ ഇറക്കം 6.5 ഇഞ്ചാണ് എടുക്കുന്നത്. അതും മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്കൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒന്ന് വരച്ചെടുക്കാം. അതിനുശേഷം ഞാൻ ഇതിൽ സാധാരണ യൂനക്കാണ് കൊടുക്കുന്നത്. ആ യു ഒന്ന് ഫ്രഞ്ച് സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ യു മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്ന് 3 ഇഞ്ച് റൈറ്റിലോട്ടേക്ക് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക, യു ഷേപ്പിൽ തന്നെ. എന്നിട്ട് അതും കൂടി നമ്മളൊന്ന് വരച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊരു യു ഷേപ്പുള്ള ഒരു പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് നെക്കിൽ അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ച നൈറ്റിയുടെ ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിലാണ് വെക്കേണ്ടത്. ഇത് അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ റെഡിയാക്കി വെച്ച ഈ പീസിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് പിൻ ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചിടുമ്പോഴാണ് നമ്മൾ റെഡിയാക്കി വെച്ച പിൻടെക്സ് ഫ്രണ്ടിൽ വരിക. അപ്പോൾ അതാ ഈ കാണുന്ന മാർക്കിങ്ങിൽ കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആ മാർക്കിങ്ങിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉള്ളിലത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം.
അതിന് ശേഷം നമ്മളിത് ഫ്രണ്ടിലോട്ട് തിരിച്ചിടുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റിച്ചിലൊന്നും തട്ടാതെ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് തിരിച്ചിടാൻ പറ്റും. ഇനി നമുക്കിത് ഫ്രണ്ടിലോട്ടേക്ക് തിരിച്ചിടാം. തിരിച്ചിട്ടതിന് ശേഷം ഈ സൈഡിലായിട്ട് ഞാൻ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലേസ് ഇതാ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിലാണ് വെക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മേലെ കൂടെ സൈഡിലേക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ലേസ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അത് ലേസ് തിരിച്ച് വെച്ചിട്ട് ഇതാ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ വെച്ചിട്ട് തിരിച്ച് ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഇതിന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ അടിഭാഗമൊക്കെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട്. ഇതുപോലെ ലെവലാക്കി വെച്ചിട്ട് നമ്മൾ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അടിയിലെ ക്ലോത്തും അടിയിലോട്ട് മടങ്ങിയിട്ട് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി വേറൊരു മെത്തേഡിലും കൂടി നമുക്ക് ലേസ് അറ്റാച്ച് ചെയ്യാം. ആദ്യം നമ്മൾ യു ഷേപ്പ് കട്ട് ചെയ്തെടുത്തില്ലേ, അതിൻ്റെ താഴത്തെ ഭാഗം ഒന്ന് മടക്കി ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ മെയിൻ ക്ലോത്തിലോട്ട് അറ്റാച്ച് ചെയ്തിട്ട് അതിന് ശേഷം അടിയിൽ ലേസ് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.